എല്ലാ സിനിമകളിലെയും റിവ്യൂ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു. അതാ നിന്റെ വിഷമം. എല്ലാവരും ഒരു നെഗറ്റീവ് ആ പടത്തിന്റെ കറക്റ്റീവ് റിവ്യൂ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങൾ വരാറില്ല. ആകെ ഒരു അശ്വിൻ ഗോപ്പൊക്കെയാണ് അത്യാവശ്യം 90% എങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ കറക്റ്റ് ആയിട്ട് പറയുന്നത്. പക്ഷെ പലരും ഈ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ട് വളരെ വിഷമത്തോടെ ആ പടം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കറക്റ്റ് പൾസ് അറിയണമെങ്കിൽ ആ പടം ഒറ്റിറ്റി വെക്കണം. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്മ എന്ന സിനിമ. പൊന്മ എന്ന സിനിമ ഇതേപോലെ എല്ലാ പടത്തിനും നല്ല റിവ്യൂ കൊടുത്തതിന് ശേഷം അങ്ങനെ വിചാരിച്ച് പലരും തിയേറ്ററിൽ പോയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ പടം അക്ഷരാർത്ഥത്തിൽ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് മൂവീസിൽ ഒന്നാണ്. അത് പലരുടെ നിന്റെ അഭിപ്രായം അല്ല, ഐ മീൻ യുനാനിമസ്. അതാ പറഞ്ഞേ ഫസ്റ്റ്. ഇപ്പൊ എന്താ നിന്റെ ചോദ്യം? അതായത് ഒരു സിനിമ ഇറങ്ങുമ്പോ എന്താണ് കറക്റ്റ് റിവ്യൂ എല്ലാരും പറയാത്തതെന്നാണ് എന്റെ ചോദ്യം. ഒരു സിനിമ ഇറങ്ങുമ്പോ കറക്റ്റ് റിവ്യൂ ആരും കറക്റ്റ് പറയുന്നില്ല. അത് അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവര് പറയാൻ പറ്റുള്ളൂ. ഓരോരാൾക്ക് ഓരോ ബുദ്ധി ആലോചനയല്ലേ. അത് നീ ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാത്തെന്ന് വെച്ചാൽ നമുക്ക് ഒരുത്തിനെ പിടിച്ച് അടിക്കാൻ പറ്റുമോ? നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? നീ എന്താ ഞാൻ നിന്നെ വിശ്വസിച്ചുള്ള തെണ്ടി ഞാൻ പടത്തിന് പോയെന്ന് പറയാൻ പറ്റുമോ? നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാനമാണ്. ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത്, സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിനക്കിപ്പോ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. നീ പറയണോ പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്, പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ടാവും. നമുക്ക് ഉണ്ടാവും. അതാ പറഞ്ഞ അത്രേ ഉള്ളൂ റിവ്യൂവിന്റെ കേസിലും. ഇപ്പൊ മനസ്സിലായാന്ന് രണ്ടെണ്ണം ശരിക്കും കിട്ടിയ അച്ചുവിന്റെ ഭാഷ ഇവിടെ എല്ലാവർക്കും മനസ്സിലായി.